ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് മാനേജ്മെൻറ്റിൻ്റെ ഒരു രസകരമായ വശത്തെക്കുറിച്ചാണ്. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള മാനേജ്മെൻറ്റ് വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും അത് HR മാനേജ്മെൻ്റ് ആണ്, അഥവാ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻ്റ് ആണ് എന്ന്. അതിന് കാരണം ഏത് മാനേജ്മെൻറ്റ് വിഭാഗം എടുത്ത് നോക്കിയാലും അതിനകത്തെല്ലാം തന്നെ ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. അവരെ കറക്റ്റായി മാനേജ് ചെയ്യാതെ, അവരെ തൃപ്തിപ്പെടുത്താതെ, അവരുടെ പെർഫോമൻസിനെ മാക്സിമൈസ് ചെയ്തെടുക്കാതെ ഒരു തരത്തിലുള്ള മാനേജ്മെൻറ്റും സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു വിഭാഗമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലേക്കുള്ള SMEസിൻ്റെ കാര്യത്തിൽ HR മാനേജ്മെൻറ്റിന് അവർ ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റിയാണ് കൊടുത്തിട്ടുണ്ടാവുക. കാരണം ബാക്കി സെയിൽസൊക്കെ നടക്കട്ടെ, ഓപ്പറേഷൻസ് നടക്കട്ടെ, അക്കൗണ്ട്സ് നടക്കട്ടെ, ഇതൊന്നും മാറ്റിവെക്കാനേ പറ്റില്ല എന്ന് വളരെ ടാൻജിബിളായിട്ട് മുന്നിൽ കാണുന്നത് കൊണ്ട് അവർ അതിനകത്തൊക്കെ പ്രാധാന്യം കൊടുക്കുകയും HR മാനേജ്മെൻറ്റിന് ഏറ്റവും ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യും. ഇവിടെയാണ് സത്യം പറഞ്ഞാൽ പരാജയം ആരംഭിക്കുന്നത്. കാരണം HR മാനേജ്മെൻറ്റാണ് ശരിക്കും ലീഡർഷിപ്പ്, നിങ്ങളുടെ ലീഡർഷിപ്പ് കപ്പാസിറ്റി ശരിക്കും അളക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു ഓൺട്രപ്രണർ നല്ല ലീഡർ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളൊരു നല്ല ലീഡർ ആണെങ്കിൽ 4 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകൾ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് പല സമയങ്ങളിൽ പല ലീഡർഷിപ്പ് സ്റ്റൈലുകൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ഭാഗം. കാരണം ഏതെങ്കിലും ഒരൊറ്റ സ്റ്റൈലിൽ കൊണ്ട് മാത്രം ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ കംപ്ലീറ്റ്ലി റൺ ചെയ്യാൻ പറ്റില്ല. 4 ലീഡർഷിപ്പ് സ്റ്റൈലുകളുണ്ട്. ഈ 4 ലീഡർഷിപ്പ് സ്റ്റൈലുകൾ എന്താണെന്നും അത് ഏതൊക്കെ സമയങ്ങളിലാണ് ഉപയോഗിക്കേണ്ടതെന്നും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ സ്റ്റൈലിനെ പറയുന്നത് ഡയറക്റ്റീവ് ലീഡർഷിപ്പ് എന്നാണ്. ഡയറക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡയറക്ഷൻസ് കൊടുക്കുക, ആ ഡയറക്ഷൻസ് കറക്റ്റായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡയറക്ടറുടെ റോളാണ് കാര്യങ്ങൾ പലപ്പോഴും ഒരു കമാൻഡിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് പറയുകയും അത് നടത്തിയെടുക്കുകയും ചെയ്യുന്ന ആളുകൾ. എപ്പോഴാണ് പലപ്പോഴും ഇത് ആവശ്യമായിട്ട് വരിക? നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഒരുപാട് കൂടിയാലോചനകൾക്ക് സമയമില്ല. അപ്പോൾ അത്യാവശ്യം ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ള, ഡയറക്റ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരാൾ വരികയും ക്രൈസിസ് മാനേജ്മെൻറ്റ് സിറ്റുവേഷനിലൊക്കെ പെട്ടെന്ന്, ഇപ്പോൾ ഫ്ലഡിൻ്റെ സമയത്ത് പെട്ടെന്ന് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. അയാൾ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുക എന്നുള്ളതല്ലാതെ മാർഗ്ഗമില്ല. കാരണം ഒരുപാട് മീറ്റിങ്ങുകൾക്കോ ചർച്ചകൾക്കോ ഒന്നും സമയമില്ലാത്ത സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റീവ് ലീഡർഷിപ്പ് അത്തരം ക്രൈസിസ് മാനേജ്മെൻറ്റിൽ വളരെ എഫക്റ്റീവാണ്. പലപ്പോഴും പല ഓർഗനൈസേഷനുകളിലും അൺഫോർച്ചുനേറ്റ്ലി ഡയറക്റ്റീവ് ലീഡർഷിപ്പ് മാത്രമാണ് നടക്കുക. കാരണം ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോൾ മുതലാളി പറഞ്ഞുകൊണ്ടേയിരിക്കും, ബാക്കിയുള്ളവർ കേട്ടുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് വേറെ ഒന്നും, ഒരു ഇൻപുട്ടും താഴെയുള്ള ആളുകൾക്ക് കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ ഡയറക്റ്റീവ് ലീഡർഷിപ്പിൽ പലപ്പോഴും ബ്ലൈൻഡായിട്ട് ലീഡറിനെ ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഡയറക്റ്റീവ് ലീഡർഷിപ്പ് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മുടെ SMEസിൽ ഡയറക്റ്റീവ് ലീഡർഷിപ്പ് പ്രോമിനൻ്റ് ആവാനുള്ള കാരണം ഈ ഓൺട്രപ്രണറുടെ അത്ര കഴിവുള്ള ആരും തന്നെ ആ ഓർഗനൈസേഷനിൽ ഉണ്ടാവില്ല, റിക്രൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്ന പോലെയേ ചെയ്യാൻ പറ്റൂ. കാരണം ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ മിക്കവാറും എന്തെങ്കിലും മണ്ടത്തരമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി അയാൾക്ക് തന്നെ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി വന്നിട്ടുണ്ടാവും. അയാൾ തന്നെ അക്കൗണ്ടബിലിറ്റി മൊത്തം എടുക്കേണ്ട സിറ്റുവേഷൻ ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾ ഡയറക്റ്റീവായി മാറുന്നത് കൂടിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡയറക്റ്റീവ് നല്ലതാണ് ചില സിറ്റുവേഷൻസിൽ മാത്രം. എപ്പോഴും ഡയറക്റ്റീവ് ലീഡർഷിപ്പ് ഉപയോഗിച്ച് മാത്രം ഒരു ഓർഗനൈസേഷനെ കൊണ്ടുപോകാമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പിനെ പറയുന്നത് സപ്പോർട്ടീവ് ലീഡർഷിപ്പ് എന്നാണ്. സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ വളരെ സപ്പോർട്ടീവായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, നമ്മൾ കാര്യമായ ഡയറക്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ല, ഡെലിഗേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, കൃത്യമായ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം അസൈൻ ചെയ്തിട്ടുണ്ട്, അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എത്തിച്ചു കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ടുകളെല്ലാം കൊടുക്കുക, അവരുടെ ഒരാളായിട്ട് ബാക്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് സപ്പോർട്ടീവ് ലീഡർഷിപ്പ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില അവസരങ്ങളിൽ എംപ്ലോയി മൊറൈൽ ഉയർത്തുന്നതിന് വേണ്ടി, അവരുടെ മോട്ടിവേഷൻ ബെറ്റർ ആക്കുന്നതിന് വേണ്ടി, അവർക്ക് പവർ ഡെലിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ സപ്പോർട്ടീവ് ലീഡർഷിപ്പ് പൊസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഈ സപ്പോർട്ടീവ് ലീഡർഷിപ്പ് പൊസിഷൻ എടുക്കാത്ത ആളുകൾ ആക്ച്വലി ഭയങ്കര ടാസ്ക് മാനേജേഴ്സ് അല്ലെങ്കിൽ ടാസ്ക് ലീഡേഴ്സ് ആയിരിക്കും. കുറച്ചൊരു പീപ്പിൾ ഓറിയൻറ്റേഷൻ കൂടി വരുമ്പോഴാണ് ഒരു സപ്പോർട്ടീവ് ഫീൽ ഉണ്ടാവുക. ഒരു എംപതിയൊക്കെ കൊണ്ടുവരുമ്പോഴാണ് ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഫീൽ കിട്ടുക. അപ്പോൾ പുതിയ ടൈപ്പ് ഓർഗനൈസേഷനിലൊക്കെ ഓർഗനൈസേഷൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈ സപ്പോർട്ടീവ് ലീഡർഷിപ്പിന് വലിയ പങ്കുണ്ട്. കാരണം പണ്ട് കാലത്തുള്ള SMEസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പരാജയ കാരണം ഈ ഡയറക്റ്റീവ് ലീഡർഷിപ്പ് മാത്രമായിരുന്നു എന്നുള്ളതാണ്. പുതിയ ജനറേഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ക്ലാസ് ഓഫ് എംപ്ലോയീസിലേക്ക് വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ടീവ് സിസ്റ്റം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലീഡർഷിപ്പ് അത്തരത്തിൽ ഒരു ടീം ബോണ്ടിങ്ങിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ മോട്ടിവേഷനെ, മൊറൈലിനെ ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് ലീഡർഷിപ്പിനെ പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്നാണ്. പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുമ്പോൾ ഈ സപ്പോർട്ടീവിൻ്റെ തന്നെ ഒരു സ്റ്റൈലാണ്, പക്ഷേ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിരിക്കും, കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിരിക്കും. അപ്പം പലപ്പോഴും ഡിസ്കഷനുകളിലൂടെ, പലതരത്തിലുള്ള ബ്രെയിൻ സ്റ്റോമിങ്ങുകളിലൂടെ,
ഒരുപാട് മീറ്റിങ്ങുകളിലൂടെ റിവ്യൂകളിലൂടെ ഒക്കെ സ്ഥിരമായി ഡിസ്കഷനുകളിലൂടെ കൊണ്ടുപോകുന്ന രീതിയാണ്. പലപ്പോഴും ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം ഡിസ്കഷൻസ് ആവശ്യമായിട്ട് വരിക. കാരണം പുതിയ പുതിയ ഐഡിയാസ് എപ്പോഴും ആവശ്യമാണ്. പലപ്പോഴും SOP അപ്പുറത്തേക്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം കൃത്യമായ SOP പോകുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് അധികം ഉപയോഗിക്കേണ്ടി വരാറില്ല. കാരണം ഒരുപാട് പാർട്ടിസിപ്പേറ്റീവ് ആയിക്കഴിഞ്ഞാൽ അടുത്തൊരു പ്രശ്നമുണ്ട്, ഒരുപാട് ഒപ്പീനിയൻസ് വരും, ഡിസിഷൻസ് ഡിലേഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഡിസിഷൻസ് ഡിലേഡ് ആവാതിരിക്കാൻ അതിന് കൃത്യമായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ആവശ്യമാണ്. അതേസമയം ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റിൽ ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു SOP ഉണ്ടാവണം നിർബന്ധമില്ല. ഒരു ബേസിക് SOP മാത്രമായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഒരു ലോഗോ ഡിസൈൻ ചെയ്യാനാണെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. പലതരത്തിലുള്ള എലമെൻറ്റ്സ് വെച്ച് നോക്കേണ്ടി വരും, കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും, തീംസ് യൂസ് ചെയ്യേണ്ടി വരും, അത് ഡിസ്കഷനിലൂടെ പോകേണ്ടി വരും, ബ്രെയിൻ സ്റ്റോമിങ് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ ആവശ്യമാണ്. അങ്ങനെയുള്ള ടീം ലീഡേഴ്സിന് തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും ഏറ്റവും നല്ല ഔട്ട്പുട്ട് വരിക. അപ്പോൾ ആ രീതിയിൽ പാർട്ടിസിപ്പേറ്റീവായിട്ട് ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഈക്വൽ സ്പേസ് നൽകിക്കൊണ്ടുള്ള ലീഡർഷിപ്പിനെ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നു. ആൻഡ് ഫൈനലി 4ാമത്തെ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പാണ് ഇത്. അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ്. പലപ്പോഴും നമ്മൾ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയുന്ന പോലെ ആളുകൾക്ക് കൃത്യമായിട്ട് KRIസും KPIസും ഡിഫൈൻ ചെയ്തുകൊണ്ട് അവരെന്ത് KPI ആണ് അച്ചീവ് ചെയ്യേണ്ടത്, അവരെത്രയാണ് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എങ്ങനെ ആ ജേണി കണ്ടിന്യൂ ചെയ്തു പോകാം, എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാം എന്നുള്ളതിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അതിനെ കൃത്യമായി റിവ്യൂകൾ ചെയ്തുകൊണ്ട് ചിലപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട സമയത്ത് കുറച്ച് അഗ്രസീവായി ഫോളോ അപ്പ് ചെയ്യേണ്ട സമയത്ത് അങ്ങനെ അഗ്രസീവായി ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ലീഡർഷിപ്പിനെയാണ് അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ഡയറക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ ഒരു അംശം വരുന്നുണ്ട്. ഒപ്പം തന്നെ പാർട്ടിസിപ്പേറ്റീവ്, ഈ 3 ലീഡർഷിപ്പുകളുടെയും അംശങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടാണ് ശരിക്കും ഈ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ടാകുന്നത്. ശരിക്കും ഏറ്റവും എഫക്റ്റീവായിട്ട് റൺ ചെയ്യുന്ന ഓർഗനൈസേഷൻസിലൊക്കെ മിക്കവാറും ലീഡർഷിപ്പ് സ്റ്റൈൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. കാരണം നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ആക്ച്വലി നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബേസിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ടാക്കാം. എന്നാൽ അത് ഒരുപാട് ഡയറക്റ്റീവ് അല്ലാതെ നോക്കുകയും അത്യാവശ്യം സപ്പോർട്ടീവായിട്ടും എന്നാൽ പാർട്ടിസിപ്പേറ്റീവ് ആണെന്നൊരു ഫീലിംഗ് കൊടുക്കുന്ന തരത്തിലുമൊക്കെ ആയിട്ട് ഈ 4 ലീഡർഷിപ്പ് സ്റ്റൈലുകളുടെയും ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായി ഇത് നടപ്പിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയാണ് ശരിക്കും ഒരു ലീഡർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇതിന് കൃത്യമായിട്ട് ഓരോ ഇൻസ്റ്റൻസ് പറഞ്ഞിട്ട് ഇന്ന ലീഡർഷിപ്പ് തന്നെ അവിടെ ഉപയോഗിക്കണമെന്ന് പറയാൻ ചിലപ്പോൾ സാധ്യമല്ല. കാരണം ചില ആളുകളുടെ പ്രത്യേക സ്വഭാവവിശേഷങ്ങൾ, ചില ഓർഗനൈസേഷൻ്റെ കൾച്ചർ, അവരുടെ വാല്യൂ സിസ്റ്റംസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഏത് ലീഡർഷിപ്പ് ഏത് സമയത്ത് ഉപയോഗിക്കണമെന്നുള്ളത് വാരി ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഏകദേശം ഈ 4 ലീഡർഷിപ്പ് സ്റ്റൈലുകളിലും ഞാൻ നേരത്തെ പറഞ്ഞ ചില സാഹചര്യങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരിക. ഏത് തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് നിങ്ങൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. അതിനുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾക്ക് തോന്നുന്നതും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.